നമസ്കാരം. വിളക്കുമരം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നാം എല്ലാവരും ഈ വരുന്ന ജൂലൈ 28 ഗ്രാൻഡ് പേരൻസ് ഡേ ആഘോഷിക്കുകയാണല്ലോ. ഇന്ന് ഞാൻ ചെറുതായിട്ട് കേൾക്കാനിടയായ ഒരു സന്ദേശത്തിൽ ഒരു പ്രമുഖ നേതാവ് പറയുകയുണ്ടായി, നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ്, നിങ്ങളുടെ വലിയ മാതാപിതാക്കൾ, ഗ്രാൻഡ് പേരൻസ് എവിടെയാണെങ്കിലും അവരെ ഒന്ന് വിളിച്ച് വിഷ് ചെയ്യാനും അവർ ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ ഒരു കേക്ക് വാങ്ങിച്ചുകൊണ്ട് അവരുടെ അടുത്തിലേക്കൊന്ന് ചെല്ലാനും അത് മുറിച്ച് ആ മധുരം ഒന്ന് പങ്കുവെച്ച് ഒന്ന് സന്തോഷിക്കാനും ശ്രമിച്ചാൽ അതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം. ഇതേ തുടർന്ന് ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ, അതായത് എൻ്റെ പിതാവിൻ്റെ അപ്പൻ്റെ ഒരു കാര്യം ഓർമ്മയിലേക്ക് എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന പിറ്റേ ദിവസം ഒരു കോമ്പസിഷൻ ബുക്കിൽ കാണാതെ എഴുതേണ്ടിയിരുന്ന ഒരു ഗദ്യഭാഗം എത്രയേറെ കാണാതെ പഠിക്കാൻ ശ്രമിച്ചിട്ടും എനിക്കത് ഓർമ്മയിൽ വരുന്നില്ല. 8 സെൻറ്റൻസുകൾ മാത്രമുള്ള ആ ഭാഗം ഏറെ നേരം വൈകുന്നേരം ഏറെ ആകുലതയോടെ ആവർത്തിച്ച് പറഞ്ഞിട്ടും മുഴുവനും പറയാനങ്ങ് പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ എൻ്റെ കണ്ണ് രണ്ടും നിറഞ്ഞപ്പോൾ എൻ്റെ വല്യപ്പച്ചൻ അവിടെ ഇരുന്ന് പറഞ്ഞു, നീ ഇപ്പോൾ പോയി കിടന്ന് ഉറങ്ങിക്കോ, നാളെ രാവിലെ 5 മണിക്ക് ഞാൻ നിന്നെ ഉണർത്താം, രാവിലെ എഴുന്നേറ്റ് പഠിച്ചാൽ നന്നായിട്ട് ഓർമ്മ നിൽക്കും. എനിക്കത് ശീലമില്ലായിരുന്നു, എങ്കിൽ കൂടെ വല്യപ്പച്ചൻ അത് പറഞ്ഞപ്പോൾ ഞാനത് സമ്മതിച്ച് സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങി. പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസവും 4 മണിക്ക് എഴുന്നേറ്റിരുന്ന വല്യപ്പച്ചൻ 5 മണിയായപ്പോൾ എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. ഇനി ഇരുന്ന് പഠിച്ചോ എന്ന് പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അരമണിക്കൂറിനുള്ളിൽ ഞാൻ ആ 8 സെൻറ്റൻസും കാണാതെ യാതൊരു തെറ്റും കൂടാതെ പറയാനും എഴുതാനും പഠിക്കുകയുണ്ടായി. ഈ ടെക്നിക്കുകൾ എല്ലാം ഗ്രാൻഡ് പേരൻസിൻ്റെ കയ്യിലുണ്ട്. പേരക്കുട്ടികളുടെ വിചാരങ്ങൾ എന്താണെന്നും അവരുടെ വിഷമങ്ങൾ എന്താണെന്നും മാതാപിതാക്കളെക്കാൾ ഒരു പടി കൂടെ അനുഭവജ്ഞാനം കൊണ്ടാകാം മനസ്സിലാക്കുന്നവർ തീർച്ചയായും നമ്മുടെ ഗ്രാൻഡ് പേരൻസ് തന്നെയാണ്. എൻ്റെ ഗ്രാൻഡ് മദറിൽ നിന്ന് ഒത്തിരിയേറെ നല്ല കഴിവുകൾ സ്വാംശീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, ഉദാഹരണത്തിന് ഞാൻ ഇന്നലെയും ഓർത്തു, കപ്പ വാങ്ങുമ്പോൾ പഴം വാങ്ങുമ്പോഴൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഒറിജിനലായിട്ടും ഡ്യൂപ്ലിക്കേറ്റായിട്ടുള്ള കാര്യങ്ങളുടെ വ്യത്യാസം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഈ മാതാപിതാക്കളിൽ നിന്നാണ് ഞാൻ പഠിച്ചെടുത്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഗ്രാൻഡ് പേരൻസിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അവരുടെ ഏകാന്തതയിൽ, ഒറ്റപ്പെടലിൽ അവരുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുക, അവരുടെ കാലൊക്കെ ഒന്ന് തിരുമ്മി കൊടുക്കുക, അവരോട് സുഖമാണോ എന്നൊന്ന് ചോദിക്കുക, സുഖമില്ലാത്തവരാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക. എന്തുമാത്രം അനുഗ്രഹം വഴിയുന്ന മനസ്സോടെ അവർ നിങ്ങളെ കാണുകയും അടുത്ത ഒരു തലമുറയ്ക്ക് ആവശ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യും എന്നതിൽ സംശയമില്ല. നിങ്ങൾക്കെല്ലാവർക്കും വല്യപ്പച്ചനെ പറ്റിയും വല്യമ്മച്ചയെ പറ്റിയും ഒക്കെ നല്ല നല്ല ഓർമ്മകളും അനുഭവങ്ങളും ഇതുപോലെ ഉണ്ടായിരിക്കുമല്ലോ. തീർച്ചയായും ജീവിച്ചിരിക്കുന്നവരെ ഒന്ന് പരിഗണിക്കുക, അവർക്കൊരാശ്വാസം കൊടുക്കുക, അവരുമൊപ്പം ഒത്ത് അല്പസമയം സന്തോഷമായി ചെലവഴിക്കാൻ ശ്രമിക്കുക എന്ന കാര്യത്തിലേക്ക് നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ. എല്ലാ ഗ്രാൻഡ് പേരൻസിനും സന്തോഷകരമായിട്ടുള്ള, നിങ്ങളുടേതായിട്ടുള്ള, നിങ്ങളെ ആദരിക്കുന്ന ഒരു ദിനം ആശംസിക്കുന്നു. നന്ദി.